പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ പ്രായമായിട്ടുള്ള ഡോഗ്സിനായിരുന്നു കണ്ണിന് പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നാണെങ്കിൽ നമ്മൾ ഡോഗ്സിന് ചെറുപ്പത്തിൽ തന്നെ കണ്ണിന് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കൂടുതലായിട്ടും യങ് ഏജിൽ തന്നെ ഡോഗ്സിന് ഐ ഇൻഫെക്ഷൻസ് ഒക്കെ വരാറുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മെയിൻ ആയിട്ടും നമ്മുടെ ഈ പൊല്യൂഷൻ കൊണ്ട് തന്നെയാണ് നമ്മുടെ ഡോഗ്സിന്റെ കണ്ണിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇന്ന് ഒരുപാട് തരത്തിലുള്ള ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. ഈ ലൈറ്റ്സ് ഒക്കെ നമ്മുടെ ഡോഗ്സിന് നല്ലതാണോ എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡോഗ്സിന്റെ കണ്ണിന് ഡാമേജ് ഉണ്ടാക്കുകയും കാഴ്ചശക്തിക്കൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഡയറ്റാണ്. ഡയറ്റിനകത്ത് തന്നെ വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി വൈറ്റമിൻ എ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെറ്റ് പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കഴിവതും മാക്സിമം ഒരുപാട് പൊല്യൂഷൻ ഉള്ള സ്ഥലത്തേക്ക് നമ്മുടെ പെറ്റ്സിനെ കൊണ്ടുപോകാതിരിക്കുക. അതുപോലെ തന്നെ അവർക്ക് വൈറ്റമിൻസ് അടങ്ങിയ നല്ല നറിഷ്മെന്റ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ലൈറ്റ്സ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെറ്റ്സിന്റെ കണ്ണിനൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ പെറ്റ്സിന്റെ ഐ പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പെറ്റ്